സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളിൽ നിസ്സംഗത തുടരുകയാണ് ആരോഗ്യവകുപ്പ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. എണ്ണിയാൽ ഒടുങ്ങാത്ത പിഴവുകൾ ഉണ്ടായിട്ടും വീഴ്ചകളെ നിസ്സാരവൽക്കരിക്കുന്നതും കർശന നടപടികൾ സ്വീകരിക്കാത്തതുമാണ് ഇത്തരം പിഴവുകൾ ആവർത്തിക്കാൻ കാരണമെന്ന് ആക്ഷേപമുയരുകയാണ്. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, ഈ ചികിത്സാ പിഴവുകൾ എന്ന് പറയുമ്പോൾ തന്നെ, അതായത് ചികിത്സയ്ക്കിടെ സംഭവിക്കുന്ന പിഴവുകൾ, അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരറ്റത്ത് ഉണ്ടാകുമ്പോൾ തന്നെ ഈ ആരോഗ്യ മേഖലയും, അതായത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മരുന്നുകളുടെ ക്ഷാമം, മറ്റടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ, ഇത്തരം വിഷയങ്ങളുമൊക്കെയും ഉണ്ട്. ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയുകയും ചെയ്താൽ നാട്ടുകാർ അത് വിശ്വസിക്കും എന്ന സാഹചര്യത്തിലേക്ക് ആരോഗ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. വീണ, ഈ ആരോഗ്യ മേഖല മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം, അല്ലെങ്കിൽ നമുക്ക് പരിചിതമല്ലാത്ത വിധം അത്രമേൽ താളം തെറ്റിയൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാ പ്രശ്നങ്ങളും, അതായത് അടിസ്ഥാന സൗകര്യം ഇല്ലായ്മയാണെങ്കിലും മരുന്നുക്ഷാമമാണെങ്കിലും ചികിത്സാ പിഴവുകളാണെങ്കിലും അത്തരത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരിടുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊന്നും തന്നെ യാതൊരു പരിഹാരവുമില്ല. പക്ഷേ മന്ത്രി ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇപ്പോൾ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ ഡോക്ടർമാരുടെയും ഒക്കെ ഭാഗത്ത് നിന്നും ആവർത്തിക്കുകയാണ്. അത് ഇടത് കണ്ണിന് പകരം വലത് കണ്ണ് ശസ്ത്രക്രിയ നടത്തുക, അതോടൊപ്പം തന്നെ ഈ ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നതിനിടെ കുടലിന് മുറിവേറ്റ് സ്ത്രീ മരിക്കുക, ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക മറന്നുവെക്കുക, ഗുരുതര വൈകല്യങ്ങളോടുകൂടി കുഞ്ഞ് ജനിക്കുക, ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും ചികിത്സാ പിഴവുകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയമസഭയിൽ ആരോഗ്യമന്ത്രി നൽകിയൊരു മറുപടി, വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, തുടർച്ചയായി ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ഇതിനെ മന്ത്രി നിസാരവൽക്കരിക്കുന്നതും, അല്ലെങ്കിൽ ഒരു ഉന്നതതല അന്വേഷണമൊക്കെ നടത്തും, വിദഗ്ധ സമിതിയൊക്കെ രൂപീകരിച്ച് ഓരോ വീഴ്ചകളിലും അന്വേഷണം നടത്തും, അല്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നൊക്കെ ആദ്യം പറയും. ഇതുമായി ബന്ധപ്പെട്ട് സമിതിയെ രൂപീകരിക്കുകയും ചെയ്യും. പക്ഷേ സമിതിയെ രൂപീകരിക്കുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടാകാറില്ല. എൻ്റെ അന്വേഷണം പൂർത്തിയായോ എന്ന് നമുക്കറിയാൻ കഴിയില്ല, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്ത് നടപടി സ്വീകരിച്ചു, ഇനി എന്തെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളെ തുടർന്ന് നടപടി ഉണ്ടായാൽ തന്നെ വളരെ കുറച്ചു സമയത്തിനുള്ളിൽ, കൂടിയാൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ നടപടി സ്വീകരിച്ച, അല്ലെങ്കിൽ ഈ വീഴ്ച ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചത് അവരെ തന്നെ ജോലിയിൽ തിരിച്ചെടുക്കുന്ന ഒരു രീതി, അതാണിപ്പോൾ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കർശനമായിട്ടുള്ള നടപടികൾ ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട്, ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ഒരു തുടർക്കഥയാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഈ ചികിത്സാ പിഴവുകൾ, ചെറിയ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്ത്രീകളുടെ ഗർഭാശയ ശസ്ത്രക്രിയകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊക്കെ തന്നെ ഈ പിഴവുകൾ തുടർച്ചയായി സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണവും നടപടിയും ഒന്നും ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിയമസഭയിൽ ആരോഗ്യമന്ത്രി ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, ആ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നടപടികളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള മറുപടി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും സംസ്ഥാനത്തെ ആരോഗ്യ മേഖല പൂർണ്ണമായും ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണ്. മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് ആരോഗ്യ മേഖല നിലവിൽ നേരിടുന്നത്. മരുന്നുക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് അതിരൂക്ഷമാകാൻ പോവുകയാണ്. ഇതൊക്കെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഈ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധി അത് ആരോഗ്യ മേഖലയെ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ചികിത്സാ പിഴവുകളിലും, അതിൽ ഓരോ വീഴ്ചകളിലും കൃത്യമായി നടപടിയെടുക്കേണ്ട സർക്കാരും ആരോഗ്യ വകുപ്പും ആ പ്രശ്നങ്ങളെ, ഡോക്ടർമാരെയൊക്കെ തന്നെ സംരക്ഷിച്ചു നിർത്തുന്നു. ഡോക്ടർമാരെ കുറ്റം പറയുന്നതല്ല, ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കർശനമായി നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ അവിടെയാണ് ഇത്തരത്തിലുള്ള ഉദാസീനമായ മനോഭാവം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വീണ. ഓക്കെ, ശരി രശ്മി.